രണേ ദൈത്യാൻ അപഹൃതശിരസ്ത്രൈഃ കവചഭിഃ നിവൃത്തൈഃ ചണ്ഡാംശ ത്രിപുരഹര നിർമാല്യ വിമുഖൈഃ വിശാഖേന്ദ്രോപേന്ദ്രൈഃ ശശിവിശദ കർപ്പൂരശകലാഃ വിലീയന്തെ മാതഃ തവ വദന താംബൂലകബളാഃ എന്നാണ് ഈ കഥയെ ശങ്കരാചാര്യസ്വാമികൾ സൗന്ദര്യലഹരിയിൽ വർണ്ണിക്കുന്നത്. താരകാസുര വധം കഴിഞ്ഞു, അതിനുശേഷമാണ് ഈ കഥ പറയുന്നത്. രണേ ജിത്വ, ആ യുദ്ധത്തിൽ ജയിച്ചു രണേ ജിത്വ. എന്നിട്ട് നേരെ സുബ്രഹ്മണ്യസ്വാമിയും ദേവന്മാരൊക്കെ ഓടി വരുന്നു. ജയിച്ച വൃത്താന്തം പറയണം എന്ന് വിചാരിച്ചുകൊണ്ട് കൈലാസത്തിലേക്ക് വരുന്നു. അവർക്ക് തെല്ലും താമസിക്കാനുള്ള ഒരു മനസ്സില്ല, ഉടനെ തന്നെ അത് പറയണം. വലിയൊരു കുറേ കാലം താരകാസുരൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചു. അതുകൊണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് ദേവിയുടെ അടുത്ത് ചെന്ന് ആ കഥ പറയണം, എങ്ങനെ ജയിച്ചു എന്നുള്ള വൃത്താന്തം പറയണം എന്നുള്ള ആഗ്രഹം. അതുകൊണ്ട് അവർ കൈലാസത്തിലെത്തിയപ്പോൾ അവർ തൻ്റെ കിരീടം, ശിരസ്ത്രങ്ങൾ അത് അഴിച്ചു വെച്ചു. പക്ഷേ കവചകുണ്ടലങ്ങളൊന്നും അവർ മാറ്റിയില്ല. കാരണം അത്ര പെട്ടെന്ന് പോകണമെന്നുള്ള ത്വര കൊണ്ട്. അപഹൃതശിരസ്ത്രൈഃ കവചഭിഃ നിവൃത്തൈഃ ചണ്ഡാംശ ത്രിപുരഹര നിർമാല്യ വിമുഖൈഃ. അപ്പോൾ അവിടെ കൈലാസത്തിലൊരു സമ്പ്രദായമുണ്ട്. സാക്ഷാത് പരമേശ്വരൻ നൈവേദ്യം അല്ലെങ്കിൽ കഴിക്കും. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രഥമ ഭക്തനായ ചണ്ഡികേശ്വര സ്വാമിക്കുള്ളതാണ്. ബാക്കിയുള്ളത് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് പാർവതിക്ക് വയ്ക്കും. പക്ഷേ ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ സമയം വൈകിയിരുന്നു. അപ്പോൾ സാധാരണ പതിവ് പോലെ പരമേശ്വരൻ തൻ്റെ ഭക്ഷണം കൊടുത്തയക്കുകയും ചണ്ഡികേശ്വര സ്വാമി അത് കഴിച്ചില്ല അത്രേ, അത് മാത്രം ബാക്കി വെച്ചു. ദേവി കഴിച്ചു. താംബൂലധാരണ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിയും ദേവന്മാരെല്ലാം ദേവിയുടെ അടുത്ത് ചെന്നു. ദേവി യുദ്ധ വൃത്താന്തങ്ങളൊക്കെ സന്തോഷത്തോടെ കേട്ടു, മനസ്സിലാക്കി, അനുഗ്രഹിച്ചു. ആ സമയം ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് ദേവി തൻ്റെ താംബൂല പാത്രത്തിൽ നിന്നും ഇവർക്കൊക്കെ താംബൂലം നൽകി അനുഗ്രഹിച്ചു. അതൊക്കെ ഇവർ ധരിച്ചു. അപ്പോൾ ഇവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടി അത് നുണഞ്ഞു. വിലീയന്തെ മാതഃ തവ വദന താംബൂല കബളാഃ. അപ്പോൾ കർപ്പൂരം ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് നിറച്ച ആ താംബൂലം ഇവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടി നുണയുകയും സന്തോഷിക്കുകയും ചെയ്തു. ഇവർ ചണ്ഡികേശ്വരൻ്റെ നിർമാല്യം കൂടി ഇവർക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ഇവർ അവിടേക്ക് പോയില്ല. ആദ്യം പരമേശ്വരൻ്റെ അടുത്ത് പോയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർ യുദ്ധം കഴിഞ്ഞ് രക്തവും മാംസവും പുരണ്ട ഒരു ശരീരത്തോടു കൂടിയാണ് ഓടിയെത്തുന്നത്. ശിവൻ്റെ നിർമാല്യം അതിപവിത്രമാണ്. അതുമാത്രമല്ല, അത് ചണ്ഡികേശ്വരനുള്ളതാണ്. ആ ചണ്ഡികേശ്വരൻ്റെ ഭാഗം വേണ്ട എന്ന് വെച്ച് ദേവിയുടെ അടുത്താണ് ഇവർ ചെന്നത്. ദേവിയുടെ താംബൂല പ്രസാദം അത്ര മഹത്വമുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ പരമേശ്വരൻ്റെ പ്രസാദം നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും ഒരു പരിഹാരമാണെന്ന് പറയും. സകത് പ്രസംഗാത് അഘമാശു ഹന്തി എന്ന ഭാഗവതത്തിൽ അതിനെ പറയും. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ശിവനാമം ജപിച്ചാൽ നമ്മുടെ പാപങ്ങളൊക്കെ ഇല്ലാണ്ടാവുന്നു. ഒരു രാജാവ് കൽപ്പിച്ചു അത്രേ, ആഹര പ്രഹര സംഹര, അവനെ അടിക്കൂ, കൊല്ലൂ, കൊണ്ടുവാ എന്നൊക്കെ കൽപ്പിച്ചു. പക്ഷേ അയാൾ അറിയാണ്ട് അതിൽ ഹര 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 എന്ന് 3 തവണ ജപിച്ചു. അയാൾക്ക് വലിയ ഉയർച്ചയുണ്ടായി എന്ന് പറയും. ഇവിടെ ദേവന്മാരെല്ലാം ശിവപ്രസാദം പോലും വേണ്ടാന്ന് വെച്ചിട്ട് ദേവിയുടെ താംബൂല പ്രസാദം സ്വീകരിക്കാൻ ചെന്നു. എന്നുവെച്ചാൽ ആ താംബൂലം അത്ര മഹത്വമുള്ളതാണ്. കർപ്പൂര വീട്ടിക അത്ര മഹത്വമുള്ളതാണ്. അവരുടെ നാവിൽ ഈ കർപ്പൂരം മുതലായ താംബൂലത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അവർ നുണഞ്ഞുകൊണ്ട് സന്തോഷമായിട്ട് തിരിച്ചു വന്നു. എന്നൊരു കഥാരൂപത്തിൽ ഇതിനെ സൗന്ദര്യലഹരിയിൽ പറയുന്നു. കർപ്പൂര വീട്ടികാമോദ സമാകർഷത്ത് ദിഗന്തര. ദിഗന്തരങ്ങളൊക്കെ ഇതിൽ ആകർഷിതമാകുന്നു. എല്ലാവരും ദേവിയുടെ ആ
മധുരം നിറഞ്ഞ വാക്കുകൊണ്ടും ഗന്ധം കൊണ്ടും ആകൃഷ്ടരാകുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ദേവിയുടെ താമ്പൂലം ഭുജിച്ച മൂക കവി പിന്നീട് ശങ്കര മഠത്തിൻ്റെ പീഠാധിപതിയായി. കാളിദാസൻ വലിയ മഹാകവിയായിട്ട് മാറി. തമിഴ്നാട്ടിൽ കാളമേഘം എന്ന് പറയുന്ന ഒരാൾ ദേവിയുടെ താമ്പൂലം കഴിച്ചിട്ടാണ് വികടകവിയായത് എന്നൊക്കെ. താമ്പൂലത്തിന് മൂകന്മാരെ കവികളാക്കുന്ന ശക്തിയുണ്ട്, അതിന് വാക്ശക്തി നൽകുന്ന പ്രതിഭയുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസങ്ങൾ. ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ 27ാമത്തെ നാമമാണ് നിജസല്ലാപ മാധുര്യ വിനിർഭത്സിത കച്ഛപി എന്നുള്ളത്. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: നിജസല്ലാപം കൊണ്ട്, ദേവിയുടെ വളരെ സാമാന്യമായിട്ടുള്ള ഒരു സംസാരം, സല്ലാപം, അതുതന്നെ അതിൻ്റെ മാധുര്യം അത് അപരിമിതമാണ്. അത് കച്ഛപി വീണയുടെ നാദത്തെ തോൽപ്പിക്കുന്നു. വിനിർഭത്സിത കച്ഛപി, അതിനെ അപലപിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഒന്നുമില്ലാണ്ടാക്കുന്ന അതാണ് ദേവിയുടെ നിജസല്ലാപങ്ങൾ. നിജസല്ലാപ മാധുര്യ വിനിർഭത്സിത കച്ഛപി എന്നാണ് ആ മന്ത്രത്തിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. ഇതിനെയും ഇതൊരു കഥാരൂപത്തിലാണ് ഇത് വർണ്ണിക്കപ്പെടുന്നത് സൗന്ദര്യലഹരിയിൽ. വിപഞ്ചാ ഗായന്തി വിവിധം അപധാനം പശുപതേഃ ത്വയാരബ്ധേ വക്തും ചലിതശിരസ സാധുവചനെ തദീയൈഃ മാധുര്യൈഃ അപലപിതതന്ത്രീകളരവാം നിജാം വീണാം വാണി നിചുലയതി ചോളേന നിഭൃതം എന്ന് ദേവിയുടെ ദർബാറിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഇതിനെ പറയുന്നത്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ കേശാദിപാദാന്ത വർണ്ണന എന്നുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവിയുടെ ഓരോ അംഗങ്ങളും അത് പ്രതിനിധാനം ചെയ്യുന്ന തത്വങ്ങളുമാണ് ഇതിൽ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം.